ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡീപ് ഫ്രൈഡ് പൂരി, അതായത് കമീരി പൂരി. കമീരിയുടെ ഹിന്ദിയിൽ അതിന് നമ്മൾ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ ആക്ച്വലി ഡ്യൂറിങ് ദ മുഗൾ ഇറ ടൈമിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ശരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൊട്ടിയാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ കമീരി പൂരിക്ക് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടി, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെ മൈദ, ദെൻ റവ, ബേക്കിംഗ് പൗഡർ, ഗീ, സോൾട്ട്, ഈസ്റ്റ്, ഷുഗർ, ഫെനൽ സീഡ് അല്ലെ പെരിഞ്ജീരകം, പിന്നെ ബ്ലാക്ക് എള്ള്, ബ്ലാക്ക് സെസമിൻ സീഡ്സ് ആൻഡ് മിൽക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ മിൽക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ മിൽക്കാണ്. അപ്പം നമുക്കിത് ഈ മിൽക്ക് നമുക്കൊന്ന് വാം ചെയ്ത് എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്യുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഇതെല്ലാം ഒന്ന് ഡിസോൾവ് ചെയ്യുക. ഇതിപ്പോൾ നല്ല വാമായിട്ടുണ്ട്, ചൂടാകരുത്, ജസ്റ്റ് വാമായ ഒന്ന് ഇളം ചൂടിൽ മതി. അതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഡിസോൾവ് ചെയ്യുക. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ നമുക്കിതിൻ്റെ ഡോ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 1 കപ്പുണ്ട് വീറ്റ് ഫ്ലോർ. ഇത് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ. 2 ടേബിൾ സ്പൂണ് റവ. ദെൻ ഒരു 1/8, അതായത് 1/4 ടീസ്പൂണിൻ്റെ ഹാഫ് ബേക്കിംഗ് പൗഡർ. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്, പാലിനകത്ത് ഞാൻ മിക്സ് ചെയ്ത സാധനങ്ങളെ അത് ഒന്നിച്ചൊഴിക്കാതെ ഓരോ ബാച്ചായിട്ട് ഇത് ഒഴിച്ച് ഡോ ഉണ്ടാക്കുക. ആദ്യം കുറച്ചൊരു ഇനി അല്പം ഇങ്ങനെ കുറച്ച് ഒഴിച്ച് ചെയ്യുക. പിന്നെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒത്തിരി ഹോട്ടല്ല, ജസ്റ്റ് വാം ആയതേ ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇനി ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ അഥവാ ഇൻ കേസിൽ ഇത് മോർ ഡോ പെർഫെക്റ്റ് സ്മൂത്തായിട്ട് വരാൻ ഇനി വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് മോർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി സെയിം ഉണ്ടാക്കേണ്ട, അല്പം വെള്ളം ആവശ്യത്തിന് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഐ തിങ്ക് ഇത് നമുക്ക് ഇനഫായിരിക്കും ഈ ഡോ ഉണ്ടാക്കാൻ എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. എനിവേ ഇത് നന്നായിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ എനിക്ക് ആക്ച്വലി നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പ് എടുത്താൽ മതി. എനിക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പാൽ കുറച്ചെടുത്താൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം എടുക്കുക. നല്ല സ്മൂത്തായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി
അല്പം ഓയിലോ അല്ലെങ്കിൽ ഗീ ആയാലും മതി ഒന്ന് തൂത്ത് വെച്ച ശേഷം ഇത് ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 to 6 hours ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. ഇത് ഡോ ഇപ്പോൾ ഒരു 5 hours കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, നല്ലതായിട്ട് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. അത് ഫ്ലേവറിന് വേണ്ടിയാണ്. അതായത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായ ഫെനൽ സീഡ്സ്, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് സോക്ക് ചെയ്തിട്ട് പിന്നെ മിക്സിയിൽ അതിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇടുന്നതാണ്. ഇതിനകത്ത് പിന്നെ അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് ബ്ലാക്ക് സീഡ്സ്, സെസമിൻ സീഡ്സ്, അത് രണ്ടും കൂടെ ഇട്ട് ഇതൊന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, എല്ലായിടത്തും വറുത്തക്കവണ്ണ രീതിയിൽ. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലൊരു അരോമ കിട്ടുക. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ ബോൾ, പൂരിയുടെ സൈസ് വലുപ്പത്തിൽ ഇങ്ങനെ ബോൾ, ഈ അളവിൽ നമുക്ക് ഏകദേശം ഒരു 10 to 12 നമ്പേഴ്സ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് പരത്തുക. അത് നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ അല്പം വീറ്റ് പൗഡർ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അത് വേണം. ഇത് ഒത്തിരി തിന്നാക്കി ചെയ്യരുത്, അല്പം കട്ടി വേണം. ഇത് റൗണ്ടിലും ചെയ്യാം, അതല്ല എലോങ്ങേറ്റഡ് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലൈക്ക് ദിസ്. ഈ തിക്നെസ് വേണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇടുക. പിന്നെ ജസ്റ്റ് നമ്മൾ പൂരി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇനി ഫ്ലിപ്പ് ചെയ്തിടുക. ബാക്കി ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇച്ചിരി കൂടെ ബ്രൗൺ ആകുക, അന്നേരം എടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കമീരി പൂരി റെഡിയായി. ഇത് വെജിറ്റബിൾ കറീസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചന, ഈവൻ മുട്ട റോസ്റ്റ് അല്ല, ഓംലെറ്റ്, മുട്ട റോസ്റ്റിനോടെയും കഴിക്കാൻ കുഴപ്പമില്ല. നോൺ വെജിൻ്റെ കൂടെ എന്തായാലും കഴിക്കാം. പിന്നെ ആക്ച്വലി ഇത് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ ഡിന്നറായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അവർക്ക് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ജാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളും ഇതെല്ലാം ഒന്ന് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു.